നമസ്കാരം. വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും നോക്കാം. ആദ്യം നോക്കാം പ്രധാന വാർത്ത. തേക്കിൻകാട് കീഴടക്കി പുലികൾ. മടവെട്ട് പുറത്തിറങ്ങിയത് 9 ദേശങ്ങളിൽ നിന്നായി 500ഓളം പുലികൾ. ദൃശ്യവിസ്മയം തീർത്ത LED പുലികളും മിഴിവേകി പുലിവണ്ടികളും പുലിക്കുടകളും നിശ്ചല ദൃശ്യങ്ങളും ആവേശ കാഴ്ചകൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ടീം 24. കസ്റ്റഡി മർദ്ദന ആരോപണങ്ങളിൽ ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെ ഉന്നത ഉദ്യോഗസ്ഥർ സംരക്ഷിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്ന എസ്പിയുടെ ശുപാർശ പൂഴ്ത്തിവെച്ചത് 9 വർഷം. ഗുരുതര പരാമർശമടങ്ങിയ അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കെ SPI സ്ഥാനക്കയറ്റം നൽകാനും ശ്രമം നടന്നു. തനിക്കെതിരായ വാർത്തകൾ ആസൂത്രിതമെന്ന് മധുബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തൃശൂർ പീച്ചിയിലെ സ്റ്റേഷൻ മർദ്ദന ദൃശ്യം പുറത്തുവന്നതോടെ മുൻ SI PM രതീഷിനെ സസ്പെൻഡ് ചെയ്യാൻ നീക്കം. 8 മാസമായി നടപടി സ്വീകരിക്കാതിരുന്ന അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് ദക്ഷിണ മേഖല IG രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചുകൾ സംഘർഷം. പ്രശ്നക്കാരായ ഉദ്യോഗസ്ഥരെ സർക്കാർ കൈകാര്യം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രിയുടേത് ദുരൂഹമൗനമെന്ന് പ്രതിപക്ഷ നേതാവ്. പോലീസിനെതിരെ ആസൂത്രിത പ്രചാരണമെന്ന് EP ജയരാജ്. പോലീസിന് പിന്നാലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും മർദ്ദന ആരോപണം. 5 വർഷം മുമ്പ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ക്രൂരമർദ്ദനമേറ്റെന്ന് തുറന്നു പറഞ്ഞ് പൊതുപ്രവർത്തകനായ നിലമ്പൂർ അകമ്പാടം സ്വദേശി ബൈജു ആൻഡ്രൂസ്. മർദ്ദനത്തെ തുടർന്ന് നിത്യരോഗിയായെന്നും ബൈജു 24നോട്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിർണായക ഉത്തരവുമായി സുപ്രീം കോടതി. 12ാമത്തെ രേഖയായി ആധാറിനെ ഉൾപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം. ആധാർ പൗരത്വ രേഖയല്ല, ഹാജരാക്കുന്നത് വ്യാജരേഖയല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഉദ്യോഗസ്ഥർ. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികളിൽ തിങ്കളാഴ്ച വീണ്ടും വാദം. അഴിമതിക്കും സമൂഹമാധ്യമ നിരോധനത്തിനുമെതിരെ നേപ്പാളിൽ പ്രതിഷേധം ഇരമ്പുന്നു. യുവാക്കളുടെ പാർലമെന്റ് മാർച്ചിനെതിരായ വെടിവെപ്പിൽ 19 പേർ കൊല്ലപ്പെട്ടു. പ്രക്ഷോഭം വ്യാപിക്കുന്നതിനിടെ രാജിവെച്ച ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് കാഠ്മണ്ഡുവിൽ സൈന്യത്തെ വിന്യസിച്ചു. നഗരങ്ങളിൽ നിരോധനാജ്ഞ. സ്ഥിതിഗതികൾ വിലയിരുത്തിയ അടിയന്തര മന്ത്രിസഭാ യോഗം. അതിർത്തി മേഖലയിൽ സുരക്ഷ ശക്തമാക്കി ഇന്ത്യ. പാലക്കാട് കഞ്ചിക്കോട് വ്യവസായ സമ്മിറ്റിൽ ജനപങ്കാളിത്തം കുറഞ്ഞതിൽ സംഘാടകർക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം. പരിപാടിയുടെ ഗൗരവം ഉൾക്കൊണ്ടില്ലെന്നും ഇങ്ങനൊരു പരിപാടി ഇതുപോലെയാണോ നടത്തേണ്ടതെന്നും ചോദ്യം. സർക്കാരിന്റെ നല്ല കാര്യങ്ങൾ ഇകഴ്ത്തിക്കാട്ടുന്നുവെന്ന് മാധ്യമങ്ങൾക്കും വിമർശനം. സമ്മിറ്റിന് ക്ഷണിക്കാത്തതിൽ VK ശ്രീകണ്ഠൻ MPക്കും അതൃപ്തി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ. തയ്യാറെടുപ്പുമായി NDAയും ഇന്ത്യ സഖ്യവും. പോരാട്ടം NDAയുടെ CP രാധാകൃഷ്ണനും ഇന്ത്യ മുന്നണിയുടെ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയും തമ്മിൽ. വിട്ടുനിൽക്കുമെന്ന് ബിജു ജനതാദളും BRSഉം. വോട്ടെടുപ്പ് രാവിലെ 10 മണി മുതൽ. ഫലപ്രഖ്യാപനം വൈകിട്ട്. ബീഹാറിനെയും BDയെയും താരതമ്യം ചെയ്തുള്ള വിവാദ എക്സ്പോസ്റ്റിൽ VD ബൽറാമിനെതിരെ നടപടി എടുത്തിട്ടില്ലെന്ന് KPCC. സോഷ്യൽ മീഡിയ ചുമതലയിൽ തുടരും. VT ബൽറാമിനെ ഒറ്റപ്പെടുത്തി വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് സണ്ണി ജോസഫ്. വയനാട് പെരിക്കല്ലൂരിൽ കോൺഗ്രസ് നേതാവിനെ കള്ളക്കേസിൽ കുടുക്കിയത് അന്വേഷിക്കാൻ കമ്മീഷനെ നിയോഗിച്ച KPCC. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. തിരുവാലി സ്വദേശിയും ശോഭന മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു. കർണാടകയിലെ മാണ്ടിയിൽ ഗണേശ നിമഞ്ജന ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് സംഘർഷം. കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടായതോടെ. 21 പേർ പോലീസ് കസ്റ്റഡി. വിവാദ പരാമർശവുമായി സമസ്ത നേതാവ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി. ബഹുഭാരിത്വത്തെ എതിർക്കുന്ന മന്ത്രിമാർക്കും മറ്റ് ജനപ്രതിനിധികൾക്കും വൈഫ് ഇൻ ചാർജുമാരുണ്ടെന്ന് അധിക്ഷേപം. പറഞ്ഞതിൽ തെറ്റില്ലെന്ന വിശദീകരണവുമായി ബഹാവുദ്ദീൻ നദ്വി. പിന്തുണച്ച് നാസർ ഫൈസി കൂടത്തായും. നദ്വിക്കെതിരെ മടവൂരിൽ പ്രതിഷേധവുമായി CPI. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ നെഞ്ചിൽ കുരുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കാൻ സാധ്യതയുടെ ആരോഗ്യവകുപ്പ്. മെഡിക്കൽ ബോർഡ് യോഗം മറ്റന്നാൾ. വിദഗ്ധ ഡോക്ടേഴ്സിന് സഹായം തേടും. സുമയ്യയുടെ ദുരവസ്ഥ പുറംലോകത്തെ അറിയിച്ചത് 24. ക്രിമിനൽ കേസുകളിൽ മുൻകൂർ ജാമ്യം നൽകുന്നതിൽ കേരള ഹൈക്കോടതി വിമർശിച്ച് സുപ്രീം കോടതി. സെഷൻസ് കോടതികളെ സമീപിക്കാതെ നേരിട്ടെത്തുന്നവർക്ക് ജാമ്യം നൽകുന്നതിൽ വിമർശനം. രാജ്യത്ത് മറ്റൊരു ഹൈക്കോടതിയിലും സമാന സാഹചര്യം ഇല്ലെന്ന് സുപ്രീം കോടതി. കാസർകോട് നവവധു ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ. ജീവനൊടുക്കിയത് ആയമ്പാറ സ്വദേശി നന്ദന. 21-കാരിയായ നന്ദനയുടെ വിവാഹം കഴിഞ്ഞത് 4 മാസം മുമ്പ്. ഇന്ത്യൻ പൗരനെ അമേരിക്കയിൽ വെടിവെച്ച് കൊലപ്പെടുത്തി. ഹരിയാന സ്വദേശി കപിൽ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് കാരണമായത് പൊതുസ്ഥലത്ത് മൂത്രമൊഴിച്ചത് കപിൽ ചോദ്യം ചെയ്തത്. തിരുവനന്തപുരം ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട ഉത്തരവിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിലേക്ക്. അപ്പീൽ നൽകാൻ തീരുമാനം. പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ കുടുംബവും.
നിയമപോരാട്ടത്തിന് ഉദയകുമാറിന്റെ അമ്മയ്ക്ക് എല്ലാ സഹായം നൽകുമെന്ന് തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ പി കെ രാജു. നൈജീരിയൻ രാസലഹരി കേസ് പ്രതികൾ ഇന്ത്യയിൽ കഴിഞ്ഞതിൽ ഗുരുതര വീഴ്ച. വിസ കാലാവധി കഴിഞ്ഞിട്ടും സംഘം ഇന്ത്യയിൽ തുടർന്നത് 15 വർഷം. പ്രതികളെ ഹരിയാനയിൽ എത്തിച്ച് തെളിവെടുത്തു. കൊച്ചിയിലെ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. DCP ജുവനപുടി മഹേഷിനാണ് അന്വേഷണ ചുമതല. വീട്ടമ്മയ്ക്ക് ലഭിച്ച ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2,88,00,000 രൂപയാണ് വീട്ടമ്മയ്ക്ക് നഷ്ടമായത്. പത്തനംതിട്ട അടൂർ പോലീസ് സ്റ്റേഷനുള്ളിൽ വയോധികനെ മർദ്ദിച്ചെന്ന് പരാതി. സാമ്പത്തിക തർക്ക പരാതിയുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തിയപ്പോൾ സബ് ഇൻസ്പെക്ടറായിരുന്ന അനൂപ് ചന്ദ്രൻ അസഭ്യം പറയുകയും ബൂട്ടുകൊണ്ട് ചവിട്ടുകയും ചെയ്തുവെന്നാണ് പരാതി. മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും നീതി കിട്ടിയില്ലെന്ന് പള്ളിക്കൽ സ്വദേശി ബാബു. ലോട്ടറി പരിഷ്കരണത്തിനൊരുങ്ങി മഹാരാഷ്ട്ര. ലോട്ടറി എടുക്കുന്നവർക്ക് ആർക്കും പണം നഷ്ടമാകാതിരിക്കാൻ നടപടി വേണമെന്നാണ് സർവകക്ഷി സമിതി റിപ്പോർട്ടിലെ ശുപാർശ. ലോട്ടറി തുക ഉൽപാദന മേഖലയിൽ നിക്ഷേപിക്കണമെന്നും ഇത് 5 വർഷത്തിന് ശേഷം പലിശ സഹിതം തിരിച്ചു നൽകുമെന്നും നിർദ്ദേശം. പാർട്ടി ലെവി അടക്കാത്ത ജനപ്രതിനിധികൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കില്ലെന്ന് മുസ്ലിം ലീഗ്. വീഴ്ച വന്ന ലെവി ഈ മാസം 20 മുമ്പ് അടയ്ക്കണം. പാർട്ടി പത്രത്തിന്റെ വരിക്കാരല്ലാത്തവരുടെ വിവരങ്ങളും കൈമാറും. തിരുവനന്തപുരം പൗടിക്കോണം പനങ്ങോട്ടുകോണം മദ്യപസംഘം ഒരു കുടുംബത്തിലെ 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. അയൽവാസിയായ സഞ്ജയും സുഹൃത്തുക്കളും ചേർന്നാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. മദ്യലഹരിയിലായിരുന്നു അതിക്രമം. വടക്കൻ ജെറുസലേമിലുണ്ടായ വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. 15 പേർക്ക് പരിക്ക്. 6 പേരുടെ നില ഗുരുതരം. വെടിയുതിർത്ത 2 ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ പോലീസ് അറിയിച്ചു. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്കെതിരെ ആം ആദ്മി പാർട്ടി. രേഖ ഗുപ്ത ഭർത്താവിനെ ഔദ്യോഗിക ജോലികൾ ഉൾപ്പെടുത്തുന്നുവെന്നാണ് വിമർശനം. മുഖ്യമന്ത്രിയുടെ ഭർത്താവ് മനീഷ് ഗുപ്ത പലപ്പോഴും സർക്കാർ യോഗങ്ങളിൽ പങ്കെടുക്കാറുണ്ടെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു. സർക്കാരിന്റെ വിമുക്തി മിഷൻ സമ്പൂർണ്ണ പരാജയവും പ്രഹസനവുമെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. ലഭ്യത വർദ്ധിപ്പിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തുകയാണ് സർക്കാർ. മദ്യത്തിന്റെയും മാരക ലഹരികളുടെയും ദുരന്ത ഫലങ്ങൾ ഡോർ ടു ഡോർ പ്രചരണ വിഷയമാകുമെന്നും KCBC മദ്യവിരുദ്ധ സമിതി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ വടക്ക് പടിഞ്ഞാറൻ അതിർത്തികളിൽ വ്യോമ നിരീക്ഷണം ശക്തമാക്കാൻ ഇന്ത്യ. ഡ്രോൺ ഭീഷണി ഉൾപ്പെടെ നേരിടാൻ പുതിയ റഡാർ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ തയ്യാറെടുത്ത സൈന്യം. PNB തട്ടിപ്പ് കേസിൽ മെഹുൽ ചോസ്കിയുടെ തടങ്കൽ വ്യവസ്ഥകൾ സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം കത്ത് നൽകി. ബെൽജിയം നീതിന്യായ മന്ത്രാലയത്തിനും ജുഡീഷ്യൽ അധികൃതർക്കുമാണ് കത്ത് നൽകിയത്. കൈമാറൽ നടപടികളിൽ ഉന്നയിക്കുന്ന ആശങ്കകൾ പരിഹരിക്കുന്നത് സംബന്ധിച്ചാണ് കത്ത്. കണ്ണൂർ മാടായിപ്പാറയിൽ GIOയുടെ പലസ്തീൻ അനുകൂല പ്രകടനത്തിനെതിരെ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ജില്ലാ പ്രസിഡന്റടക്കം 40 പേർക്കെതിരെയാണ് പ്രകോപന മുദ്രാവാക്യം വിളിച്ചതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും കേസെടുത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം. സംഗമത്തെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ഹൈക്കോടതി വിശദീകരണം തേടി. സുരേഷ് ഗോപി സംഗമത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടിയുടെ പരിഹാസം. വയനാട് പുൽപ്പള്ളിയിൽ നിന്ന് കാണാതായ 16-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മീനങ്കുലി സ്വദേശി കനിഷ്കയാണ് മരിച്ചത്. വീടിനോട് ചേർന്ന കൃഷിയിടത്തിലാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മരണത്തിൽ പ്രതി സതീഷിന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഈ മാസം 16 മാറ്റി. ഫോറൻസിക് പരിശോധനാ ഫലം വൈകുന്നതിലാണ് കേസ് മാറ്റിവെച്ചത്. അതുല്യെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനാണ് ഫോറൻസിക് പരിശോധന. പാലക്കാട് DCC പ്രസിഡന്റിനെതിരെ ആരോപണവുമായി പാർട്ടി വിട്ട മണ്ഡലം പ്രസിഡന്റ് 24 മണിക്കൂറിനകം തിരിച്ചെത്തി. തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റ് റിയാസ് ആണ് DCC പ്രസിഡന്റ് A തങ്കപ്പനോട് മാപ്പ് പറഞ്ഞ് DCCയിലെത്തിയത്. റിയാസിനെ കഴിഞ്ഞ ദിവസം CPIM ജില്ലാ സെക്രട്ടറി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ യുവാവിന്റെ പരാക്രമം. തിരുവമ്പാടി ബീച്ചിന് സമീപത്തെ റെസ്റ്റോറന്റ് ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് തകർത്തു. ഹോട്ടൽ ജീവനക്കാരെയും കാൽനട യാത്രക്കാരെയും ഉൾപ്പെടെ യുവാവ് ആക്രമിച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യ സ്ഥാനാർത്ഥി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി നിതീഷ് കുമാർ. മുൻ മന്ത്രി സന്തോഷ് കുമാർ നിരാലയാണ് രാജ്പൂർ സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കും മുമ്പാണ് ഏകപക്ഷീയ പ്രഖ്യാപനം. പഞ്ചാബിൽ മഴക്കെടുതിയിൽ 20,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് പ്രാഥമിക കണക്ക്. പ്രധാനമന്ത്രി ദുരിതാശ്വാസ പാക്കേജ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് മന്ത്രി അമൻ അറോറ പറഞ്ഞു.
ടെറ്റ് യോഗ്യത നേടാത്തവർ അധ്യാപക ജോലി അവസാനിപ്പിക്കണമെന്ന വിധിക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 50,000-ഓളം അധ്യാപകരെ വിധി ബാധിക്കും. വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജിയോ വ്യക്തത തേടി ഹർജിയോ നൽകുമെന്ന് വി ശിവൻകുട്ടി വ്യക്തമാക്കി. സ്റ്റേഷൻ മർദ്ദനങ്ങളിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി. പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ചിലർ പോലീസുകാരായിട്ടുണ്ട്. അവരെല്ലാം കൈകാര്യം ചെയ്യാൻ പോവുകയാണെന്ന് മന്ത്രി പറഞ്ഞു. പോലീസ് അതിക്രമ പരാതികളിൽ ആഭ്യന്തര വകുപ്പിന് ന്യായീകരിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പരാതികൾ നടപടി വൈകിയെന്ന് പറയാൻ കഴിയില്ല. അന്വേഷിക്കാതെ ഉദ്യോഗസ്ഥർക്കെതിരെ പെട്ടെന്ന് നടപടിയെടുക്കാൻ കഴിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കോഴിക്കോട് വിജിൽ കൊലപാതകത്തിൽ മൃതദേഹം കണ്ടെത്താനുള്ള ഇന്നത്തെ പരിശോധനകൾ അവസാനിപ്പിച്ചു. വെള്ളക്കെട്ട് തിരച്ചിൽ തടസ്സമായതിനെ തുടർന്നാണ് തിരച്ചിൽ നിർത്തിയത്. നാളെ രാവിലെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. കാസർഗോഡ് കുമ്പളയിൽ ദേശീയപാതയിൽ ടോൾഗേറ്റ് നിർമ്മിക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇടുക്കി അടിവാളിയിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് തൂങ്ങി മരിച്ചു. ചാറ്റുപാറ പൊട്ടാസ്പടി സ്വദേശി പത്രോസാണ് തൂങ്ങി മരിച്ചത്. ഭാര്യ സാറാമ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. മൂവാറ്റുപുഴ KSRTC ഗ്യാരേജിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. 40 വയസ്സ് പ്രായമുള്ള പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. പാലക്കാട് പുതുനഗരത്ത് കാറിൽ കഞ്ചാവ് കടത്തുക യുവാവിനെ സാഹസികമായി പിടികൂടി പോലീസ്. അഭിഭാഷകനായ ശ്രീജിത്താണ് അറസ്റ്റിലായത്. ശ്രീജിത്തിനെ പിടികൂടിയത് നാട്ടുകാരുടെ സഹായത്തോടെ. തൃശൂർ വടക്കാഞ്ചേരിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം ഇറങ്ങി. മങ്കര ഉന്നതിക്ക് എതിർവശത്തെ ജനവാസ മേഖലയിലാണ് 3 കാട്ടാനകൾ എത്തിയത്. കൊല്ലം നിലവിലിൽ ബാങ്കിൽ കവർച്ചാശ്രമം. IDFC ഫസ്റ്റ് ബാങ്കിലാണ് കവർച്ചാശ്രമം. CCTV ക്യാമറയുടെ DVR മോഷ്ടിച്ചു. പ്രതി പിടിയിലായി. എറണാകുളം നോർത്ത് പറവൂരിൽ ജ്യേഷ്ഠൻ അനുജൻ വെട്ടി പരിക്കേൽപ്പിച്ചു. സജീഷ് എന്നയാളുടെ തലയ്ക്കാണ് വെട്ടേറ്റത്. പ്രതി സജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. പന്തല്ലൂർ സ്വദേശി മുഹമ്മദ് ഹാഷിം ഇസ്മായിലാണ് മരിച്ചത്. ആലപ്പുഴ അരൂരിൽ ട്രെയിനിന് കല്ലെറിഞ്ഞ പ്രതി പിടിയിൽ. അരൂർ സ്വദേശി സനീഷാണ് പിടിയിലായത്. കല്ലേറിൽ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ എഞ്ചിൻ റൂമിന്റെ ചില്ല് തകർന്നിരുന്നു. കണ്ണൂർ എളന്നൂരിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ഇർഫാനയുടെ മൃതദേഹം കണ്ടെത്തിയത് പറശ്ശിനിക്കടവ് പുഴയിൽ നിന്ന്. വയനാട് ചുണ്ടയിലെ ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം. കണ്ടംജാത്ത് ഭാഗത്ത് വീടിന് മുന്നിലൂടെ പുലി നീങ്ങുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. മലപ്പുറത്തുനിന്ന് കാണാത്ത യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മങ്കട സ്വദേശി നഫീസാണ് മരിച്ചത്. പാലക്കാട് വല്ലപ്പുഴ ചേരിക്കലിൽ കൃഷിനാശം വരുത്തിയ 15ഓളം കാട്ടുപന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. അംഗീകൃത ഷൂട്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു കാട്ടുപന്നി വേട്ട. എറണാകുളം തൃപ്പൂണിത്തുറയിൽ ബസ്സും ക്രെയിനും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരുക്ക്. ആരുടെയും പരുക്ക് ഗുരുതരമല്ല. അപകടമുണ്ടായത് തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിന് മുന്നിൽ. മലപ്പുറം ചങ്ങരംകുളത്ത് ലോറി സ്കൂട്ടറിലിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് ചേലക്കടവ് സ്വദേശി ഖദീജ. ഗുരുതരമായി പരിക്കേറ്റ മകൾ അസ്നയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി നോക്കാം പ്രധാന അറിയിപ്പ്. സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന നഗരനയ കോൺക്ലേവ് ഈ മാസം 12, 13 തീയതികളിൽ കൊച്ചിയിൽ നടക്കും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പങ്കെടുക്കും. കോൺക്ലേവിന്റെ ഭാഗമായി 11 മുതൽ 15 വരെ മറൈൻ ഡ്രൈവിൽ വിപുലമായ പ്രദർശനം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി MB രാജേഷ് അറിയിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിൽ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിൽ സീറ്റ് ഒഴിവ്. സ്പോട്ട് അഡ്മിഷൻ ബുധനാഴ്ച രാവിലെ 10-ന്. എറണാകുളം SRV ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകന്റെ ഒഴിവ്. അഭിമുഖം ബുധനാഴ്ച രാവിലെ 10-ന്. അടൂർ അമ്മകണ്ഠകര ക്ഷീരസംരംഭത്വ വികസന കേന്ദ്രത്തിൽ ക്ഷീരകർഷകർക്കായി തീറ്റപ്പുൽ കൃഷി വിഷയത്തിൽ പരിശീലനം നടത്തും. ഈ മാസം 10, 11 തീയതികളിലാണ് പരിശീലനം. ദേശീയ വാർത്തകൾ. ഇന്ത്യ യൂറോപ്പ് സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ ഈ ആഴ്ച നടക്കും. യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ ഈ ആഴ്ച ഇന്ത്യയിലെത്തും. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും.
മഴക്കെടുതി രൂക്ഷമായ ജമ്മു കശ്മീരിൽ കേന്ദ്ര സംഘം സന്ദർശനം നടത്തും. ബുദ്ഗാവിലെ പൻസാൻ ഗ്രാമത്തിലാണ് സന്ദർശനം നടത്തിയത്. മഴക്കെടുതിയിലുണ്ടായ നാശനഷ്ടങ്ങൾ സംഘം വിലയിരുത്തി. ഹരിദ്വാറിൽ മണ്ണിടിച്ചിൽ. കാളിക്ഷേത്രത്തിന് സമീപം മൻസാദേവി കുന്നിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ഡെറാഡൂൺ ഹരിദ്വാർ റെയിൽപാത പൂർണ്ണമായും തടസ്സപ്പെട്ടു. ജമ്മു കശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ഒരു ഭീകരനെ സൈന്യം വധിച്ചു. ഏറ്റുമുട്ടലുണ്ടായത് കുൽഗാമിൽ. ജമ്മു കശ്മീരിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാക് പൗരൻ അറസ്റ്റിൽ. സൽഗോദയിൽ നിന്നുള്ള സിറാജ് ഖാനെയാണ് BSF അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് പാകിസ്ഥാൻ കറൻസികൾ കണ്ടെടുത്തു. ഗ്രേറ്റ് നിക്കോബാർ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിക്കെതിരെ സോണിയാഗാന്ധി. പദ്ധതി ആസൂത്രിതമായ ദുരന്ത പദ്ധതി. ഹിന്ദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ വിമർശനം. ദ്വീപിലെ തദ്ദേശീയ ഗോത്ര സമൂഹങ്ങൾക്ക് നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തുമെന്നും സോണിയാഗാന്ധി. തമിഴ്നാട് സെക്രട്ടേറിയറ്റിൽ ബോംബ് ഭീഷണി. ബോംബും ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. പഞ്ചാബിൽ പോലീസ് ഉദ്യോഗസ്ഥന് വെടിയേറ്റ് മരിച്ച നിലയിൽ. മരിച്ചത് കോൺസ്റ്റബിൾ ഗുർഗീരത് സിംഗ്. അമർനാഥ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ജമ്മു കശ്മീർ അടക്കം 5 സംസ്ഥാനങ്ങളിൽ NIA റെയ്ഡ്. 20 ഇടങ്ങളിൽ ഒരേ സമയമാണ് റെയ്ഡ് നടന്നത്. ഛത്തീസ്ഗഡിൽ ട്രെയിൻ യാത്രയ്ക്കിടെ ITBP ഉദ്യോഗസ്ഥരുടെ തോക്കുകൾ അടങ്ങിയ ബാഗ് കവർന്നു. രഞ്ജിത്ത് മരകം എന്നയാളെ അറസ്റ്റ് ചെയ്തു. ഒഡീഷയിൽ കപ്പലിൽ നിന്ന് കടലിൽ വീണ ചൈനീസ് നാവികന്റെ മൃതദേഹം കണ്ടെത്തി. ഷാങ് തായ് എന്ന നാവികന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അപകടത്തിൽപ്പെട്ടത് പാരദ്വീപ് തുറമുഖത്ത് ഗോവണി സ്ഥാപിക്കുന്നതിനിടെ. രാജ്യാന്തര വാർത്ത. റഷ്യ യുക്രൈൻ യുദ്ധം നീളുന്നതിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗസയിൽ ഉടൻ ഒരു ഡീൽ ഉണ്ടാകും. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഉടൻ സംസാരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. തെക്കൻ ഇസ്രായേലിലെ റമോൺ വിമാനത്താവളത്തിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഹൂതികൾ. യമനിലെ ഹൂതി സൈനിക വക്താവ് യഹിയ സാരിയാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ജോർജിയയിലെ ഹ്യുണ്ടായി കാർ ബാറ്ററി പ്ലാന്റിലെ ദക്ഷിണ കൊറിയൻ ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ വിദേശ കമ്പനികൾക്ക് നിർദ്ദേശവുമായി അമേരിക്ക. അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ പരിഗണനയും പരിശീലനവും നൽകണം. അല്ലാത്തപക്ഷം കുടിയേറ്റ നിയമങ്ങൾ പാലിക്കണമെന്നും വിദേശ കമ്പനികളോട് ട്രംപ് ആവശ്യപ്പെട്ടു. വിഷാംശമുള്ള കൂടുകൾ നൽകി 3 പേർ അതിദാരുണമായി കൊല ചെയ്ത് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ഓസ്ട്രേലിയൻ ജഡ്ജി എറിൻ പാറ്റേഴ്സിന് പരോൾ ലഭിച്ചു. ജാമ്യം ലഭിക്കുന്നത് കൊലപാതകം നടന്ന 33 വർഷങ്ങൾക്ക് ശേഷം. ഭർത്താവിന്റെ മാതാപിതാക്കളെയും ബന്ധുക്കളെയുമാണ് വിഷാംശമുള്ള കൂടുകൾ നൽകി കൊലപ്പെടുത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി തള്ളി യുക്രൈന്റെ വിവിധ നഗരങ്ങളിലേക്ക് 810 ഡ്രോണുകളും 13 മിസൈലുകളുമായി റഷ്യയുടെ ആക്രമണം. റഷ്യയ്ക്ക് 2ാം ഘട്ട ഉപരോധം ഏർപ്പെടുത്തുന്നതിന്റെ ചർച്ചകൾക്കായി യൂറോപ്യൻ നേതാക്കൾ അമേരിക്കയിലേക്ക്. ഗസ സിറ്റിയിലെ പ്രധാന ടവറുകളും കെട്ടിടങ്ങളും തകർത്ത് ഇസ്രായേൽ സേന. 65 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. ആയുധം താഴെവെച്ച് ഹമാസ് കീഴടങ്ങണമെന്ന് ഇസ്രായേൽ സേന ഗസയിൽ നിന്ന് പിന്മാറിയാൽ ബന്ദികളെ വിട്ടയക്കാമെന്ന് ഹമാസ്. നോക്കാം ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. പവന് 400 രൂപ കൂടി 79,880 രൂപയിലെത്തി. ഗ്രാമിന് 9,985 രൂപയായും ഉയർന്നു. ആപ്പിൾ പ്രേമികൾക്ക് നാളെ സന്തോഷ ദിനം. iPhone 17 സീരീസും പുത്തൻ ആപ്പിൾ വാച്ച് സീരീസും എയർപോഡ് Pro 3യും നാളെ പുറത്തിറക്കും. ഇതിനു പുറമെ നിരവധി ഹാർഡ്വെയറുകളും പുറത്തിറക്കിയേക്കുമെന്ന് സൂചന. അമേരിക്ക മറ്റൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്കെന്ന് പ്രവചനം. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസിലെ ചീഫ് എക്കണോമിസ്റ്റ് മാർക്ക് സാൻഡിയാണ് പ്രവചനം നടത്തിയത്. 2008-09 സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ഏറ്റവും ദുർബലമായ വളർച്ചയാണ് അമേരിക്കയിലേതെന്ന് മാർക്ക് സാൻഡി. രാജ്യത്ത് ടിക്ടോക്ക് നിരോധനം പിൻവലിക്കാൻ ആലോചനയില്ലെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ടിക്ടോക്കിന്റെ തിരിച്ചുവരവിന് വഴിയൊരുങ്ങുമെന്ന വാർത്തകൾ വന്നിരുന്നു. മന്ത്രിയുടെ വിശദീകരണം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ. അമേരിക്കൻ തീരുവയെ ന്യായീകരിച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുള്ള തീരുവ ന്യായമെന്ന് സെലൻസ്കി. പരാമർശം ഒരു രാജ്യത്തിന്റെയും പേരെടുത്തു പറയാതെ. സ്പോർട്സ്. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം കാർലോസ് അൽക്കരാസിന്. ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ യാനിക് സിനറെ തോൽപ്പിച്ചു. 6ാം ഗ്രാൻഡ് സ്ലാം കിരീടത്തോടൊപ്പം ലോക 1ാം നമ്പറിലേക്കും അൽക്കരാസ് തിരിച്ചെത്തി.
കേരള ക്രിക്കറ്റ് ലീഗിൽ ലഭിച്ച തുക സഹതാരങ്ങൾക്കും പരിശീലകർക്കും നൽകി സഞ്ജു സാംസൺ. ലേലത്തിൽ ലഭിച്ച 26 ലക്ഷം രൂപയാണ് നൽകുക. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ കിരീട നേട്ടത്തിന് പിന്നാലെയാണ് പ്രഖ്യാപനം. കാഫ നേഷൻസ് ഫുട്ബോൾ ഇന്ത്യക്ക് വെങ്കലം. ഇന്ത്യയുടെ ജയം പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. ഇന്ത്യ ഒമാനെ തോൽപ്പിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി. ഏഷ്യ കപ്പ് ക്രിക്കറ്റിന് നാളെ തുടക്കം. കിരീടം നിലനിർത്താൻ ടീം ഇന്ത്യ കഠിന പരിശീലനത്തിൽ. സാംസ്കാരിക സിനിമാ വാർത്ത. ഗപ്പി സിനിമാസ് നിർമ്മിക്കുന്ന പുതിയ ചിത്രം ആശാന്റെ ടൈറ്റിൽ ലുക്ക് പുറത്ത്. ജോൺ പോൾ ജോർജ്, അന്നം ജോൺ പോൾ, സുരാജ് ഫിലിപ്പ്, ജേക്കബ് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. ജോൺ പോൾ ജോർജ് തന്നെയാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത്. മെറിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന കരം സിനിമയിലെ അന്ന അൽ മാലിക് ലിറിക് വീഡിയോ പുറത്ത്. ഓഡ്രി ബറിയും രേഷ്മ സെബാസ്റ്റ്യനുമാണ് നായികമാർ. മനോജ് കെ ജെയിൻ, കലാഭവൻ ഷാജോൺ, ബാബുരാജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ. ജോമോണ്ടി ജോൺ ഛായാഗ്രഹണം നിർവഹിക്കുന്ന സിനിമയിൽ ഷാൻ റഹ്മാനാണ് സംഗീതം. ഫാക്ട് ചെക്ക്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 പാക് ആക്രമണത്തിൽ തകർന്നെന്ന് ഇന്ത്യ സമ്മതിച്ചതായി പ്രചരിക്കുന്ന വാർത്ത വ്യാജം. പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെ വ്യക്തമാക്കി. നാളെ അറിയാം. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലെ സർക്കാർ ഓഫീസുകൾക്കും അങ്കണവാടി, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷയ്ക്കും സർവകലാശാല പരീക്ഷകൾക്കും അവധി ബാധകമല്ല. കൊല്ലം മയിലാടുംകുന്ന് മുതൽ ശ്രീനാരായണപുരം ജംഗ്ഷൻ വരെയുള്ള റോഡിൽ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം. അടുത്ത മാസം 8 വരെയാണ് നിയന്ത്രണം. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ കെമിസ്ട്രി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10-ന് കോളേജിൽ. MSc കെമിസ്ട്രി, നെറ്റ്, PhD ആണ് യോഗ്യത. പത്തനംതിട്ട പറങ്കിമാംതടം, കുട്ടത്തോട്, പറങ്കിമാംതടം, പള്ളിയത്ത് ജംഗ്ഷൻ വരെയുള്ള റോഡുകൾ നാളെ മുതൽ 11 വരെ ഗതാഗത നിയന്ത്രണം. ടാറിംഗ് ജോലികൾ നടക്കുന്നതിനാലാണ് ഗതാഗത നിയന്ത്രണം. ഇപ്പോൾ കിട്ടിയത്. മിസോറാം ഗവർണർ ജനറൽ VK സിംഗും മുഖ്യമന്ത്രി പൂ ലാൽ ദുഹോഗയും കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടി. സംസ്ഥാനത്തെ വിവിധ വികസന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു. ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്തെ വ്യാപകമായ റോഡ് ഗതാഗത, വൈദ്യുതി, ശുദ്ധജല വിതരണം എന്നിവ തടസ്സപ്പെട്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. 744 റോഡുകളിൽ ഗതാഗതം ഇപ്പോഴും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ലാൻഡിംഗ് റദ്ദാക്കി മുംബൈ ഡൽഹി എയർ ഇന്ത്യ വിമാനം താഴെ ഇറക്കി. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരെന്ന് അധികൃതർ. 100 ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.